കേരള PSCയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്, അതിനെ ഏത് രീതിക്ക് നമ്മൾ പഠിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കാനുണ്ട്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രൊസീജിയർ ഫോർ പാസിംഗ് ഓഫ് മണി ബിൽസ് ഇൻ പാർലമെൻറ്റ്? സോ പാർലമെൻറ്റിൽ മണി ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ആൻസർ നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1 and 2 ആദ്യത്തെ രണ്ടെണ്ണം, സെക്കൻഡ് ഓപ്ഷൻ രണ്ടാമത്തതും മൂന്നാമത്തതും, തേർഡ് ഓപ്ഷൻ ഒന്നാമത്തതും മൂന്നാമത്തതും, ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ് എല്ലാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ പരിശോധിക്കാം. എ മണി ബിൽ ഷാൾ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്. മണി ബില്ല് ഷാൾ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ഒരു മണി ബില്ല് വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ലോക്സഭയിലാണ് വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പോകും, അവിടെ നിന്നും രാജ്യസഭയിലോട്ട് പോകും. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. എന്നാൽ ഇവിടെ ലോക്സഭയെന്നോ രാജ്യസഭയെന്നൊന്നും പറയുന്നില്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്താണ്. തീർച്ചയായും രാജ്യസഭയ്ക്ക് പറയുന്ന പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഒരുപക്ഷെ രാജ്യസഭ എന്നിവിടെ നമ്മൾ ഈ ഒരു ആൻസറിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ട്രിക്കി ആയിട്ട് രാജ്യസഭ എന്ന് കൊടുത്തിട്ടില്ല, പകരം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം രാജ്യസഭ എന്ന് കൊടുക്കുന്നതിന് പകരം രാജ്യസഭയുടെ മറ്റൊരു പേരായ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭയ്ക്ക് എന്താണ് പറയുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ മണി ബിൽ ഷാൾ നോട്ട് ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭയിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. കാരണം ലോക്സഭയിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കണം. ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കനോട്ട് റിജക്റ്റ് മണി ബിൽ ബട്ട് ഇറ്റ് ക്യാൻ അമെൻഡ് ഇറ്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ രാജ്യസഭയ്ക്ക് മണി ബില്ല് റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ അമെൻഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും. കാരണം എന്താ പറയുന്നത്? റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല, എന്നാൽ അമെൻഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ തോന്നാൻ സാധ്യതയുണ്ട് ഇത് ശരിയായിരിക്കും. കാരണം റിജക്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്, എന്നാൽ അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്, അല്ലേ? എന്നാൽ രാജ്യസഭയ്ക്ക് റിജക്റ്റ് ചെയ്യാനും കഴിയില്ല, അമെൻഡ് ചെയ്യാനും കഴിയില്ല. രാജ്യസഭ ഒൺലി ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻസ് ഓൺ ദി മണി ബിൽ. മണി ബില്ലിൽ റെക്കമെൻഡേഷൻസ് നടത്തി അത് ലോക്സഭയിലോട്ട് തിരിച്ചു കൊടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇനി രാജ്യസഭ ഈ ഒരു ബില്ലിനെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ 14 days കൊണ്ട് ആ ബില്ല് പാസ്സാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കാൻ മാത്രമേ രാജ്യസഭയ്ക്ക് കഴിയുകയുള്ളൂ. ഇവിടെ പറയുന്നത് എന്താ? ക്യാൻ അമെൻഡ് ഇറ്റ് എന്നാണ്. അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ്. ഇനി മൂന്നാമത്തെ കൂടെ നോക്കാം. ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മസ്റ്റ് റിട്ടേൺ ദ മണി ബിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 14 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ബിൽ വിത്ത് ഓർ വിത്തൗട്ട് റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മൂന്നാമത്തെ ഓപ്ഷനിൽ വന്നപ്പോൾ ആ റെക്കമെൻഡേഷൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. യെസ്, രാജ്യസഭയ്ക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ വിത്തിൻ 14 days ചെയ്യണം. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ ബില്ല് തിരിച്ച് ലോക്സഭയിലോട്ട് വിടണം. എയ്തർ വിത്ത് റെക്കമെൻഡേഷൻ ഓർ വിത്തൗട്ട് റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരിച്ച് ലോക്സഭയിലോട്ട് ആ ബില്ല് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത് ശരി തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. അപ്പോൾ PSC ചോദിക്കുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 1ഉം 3ഉമാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ PSC ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദി ഫാക്റ്റ് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക.
ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോണ്ട് അനുസരിച്ച് ഞാൻ അത്തരത്തിൽ വീഡിയോസ് ഫർദർ ഇടണമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.